നമ്മുടെ പെരിന്തൽമണ്ണയിലെ വളരെ ഞെട്ടിച്ച ഒരു കവർച്ചയാണ് ഇന്നലെ നടന്നത്. കുരുമുളക് സ്പ്രേ എന്തോ മുഖത്തേക്ക് അടിക്കുകയും അവരെ രണ്ടുപേരെയും മുഖത്ത് മാരകമായി പരിക്കേൽപ്പിച്ച് ഈ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗുകൾ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്റെ മൂക്കിനടിച്ച് അവന്റെ കണ്ണിലേക്ക് സ്പ്രേ അടിച്ച് കണ്ണിലായില്ല. പക്ഷെ അപ്പോൾ അവര് ആ ഉപകരണം വെച്ച് അവന്റെ ചുണ്ടിലടിച്ചു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരത്തിൽ നടന്ന സ്വർണ്ണ കവർച്ചയിൽ നടുങ്ങി നാട്ടുകാർ. പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ KM ജ്വല്ലറിയിൽ നിന്നും കൊണ്ടുപോകുന്ന സ്വർണമാണ് കാറിലെത്തിയ 4 അംഗ സംഘം കവർച്ച ചെയ്തത്. കേരള പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാനായി. തൃശൂരിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെരിന്തൽമണ്ണ നഗരത്തെ നടുക്കിയ സ്വർണ്ണ കവർച്ച നടന്നത്. പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ KM ജ്വല്ലറിയിൽ നിന്നും സുരക്ഷ പരിഗണിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണമാണ് വീടിന്റെ ഗേറ്റിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുൻപായി മഹീന്ദ്ര മറാസോ കാറിലെത്തിയ സംഘം കവർച്ച ചെയ്തത്. ഷാനവാസ് കിനാദിയിൽ, യൂസഫ് കിനാദിയിൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്വർണമാണ് കവർച്ച നടത്തിയത്. ഇരുവരും സ്കൂട്ടറിൽ സ്വർണവുമായി പോകുമ്പോഴായിരുന്നു സംഭവം. 2 ബാഗുകളിലായാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്. ഒന്ന് സ്കൂട്ടറിന് പുറകിലുള്ളയാൾ പിടിക്കുകയും മറ്റൊന്ന് സീറ്റിനടിയിൽ വെക്കുകയും ചെയ്തു. കവർച്ചാ സംഘം കയ്യിലിരുന്ന ബാഗ് പിടിച്ചു വാങ്ങുകയും സീറ്റിനടിയിലെ ബാഗ് കൃത്യമായി എടുക്കുകയും ചെയ്തു. തുടർന്ന് 4 അംഗ സംഘം കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കവർച്ചാ വിവരമറിഞ്ഞ ഉടൻ തന്നെ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇഖ്ബാൽ, ഷൈജിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പെരിന്തൽമണ്ണയിലെ വ്യാപാരി സമൂഹം വളരെയേറെ ആശങ്കയോടുകൂടിയാണ് ആ വിവരം അറിഞ്ഞത്. വിവരം അറിഞ്ഞ മുതൽ തന്നെ ഇന്നലെ മുതൽ പോലീസ് സ്റ്റേഷനിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ മർച്ചന്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ സജീവമായി രംഗത്തുണ്ട്. ബഹുമാനപ്പെട്ട DSP, CI എന്നിവരെല്ലാം തന്നെ സംഘടനാ ഭാരവാഹികൾ സന്ദർശിക്കുകയും ഉടനെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് 2-3 സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ പോയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം വിവിധ സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറകളെല്ലാം പരിശോധിച്ച് വണ്ടി നമ്പർ നോക്കുമ്പോൾ വണ്ടി നമ്പർ ഫേക്കാണ്. ഏതായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ ആ പ്രതികളിൽ 4 പേരെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ടെന്നാണ്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ കാർ കടന്നുപോയ ദിശ പോലീസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് കേരള പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം കവർച്ച നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാനായത്. തൃശൂരിൽ നിന്നുമാണ് 4 അംഗ കവർച്ചാ സംഘത്തെ പോലീസ് പിടികൂടിയത്. നജീബ് കാന്തപുരം MLA, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, മുഹമ്മദ് ഇഖ്ബാൽ തുടങ്ങിയവർ യൂസഫ്, ഷാനവാസ് എന്നിവരുടെ വീടുകളിൽ സന്ദർശനം നടത്തി. നഗരത്തിൽ നടന്ന കവർച്ച വളരെ ഞെട്ടലോടെയാണ് അറിഞ്ഞതെന്നും പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണെന്നും MLA നജീബ് കാന്തപുരം പ്രതികരിച്ചു. നമ്മുടെ പെരിന്തൽമണ്ണയിലെ വളരെ ഞെട്ടിച്ച ഒരു കവർച്ചയാണ് ഇന്നലെ നടന്നത്. വളരെ ഗുരുതരമായ തോതിൽ തന്നെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റോബറിയാണ്. പോലീസ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തി എത്രയും വേഗം നമുക്ക് ഈ കവർച്ച ചെയ്ത സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മേലുദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പ്രതികൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പോലീസിൻ്റെ വിവരം. എന്നാൽ സാധനം കയ്യിൽ കിട്ടിയിട്ടില്ല. ഏതായാലും ഇത്തരം അനുഭവങ്ങൾ നമ്മൾ വളരെ വലിയ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ നമ്മളെ പെരിന്തൽമണ്ണയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ലൂപ്പ് ഹോൾ ഇനി ഇല്ലാത്ത വിധം വളരെ പഴുതടച്ച സുരക്ഷാ സംവിധാനം കൂടി ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നഗരത്തിൽ സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശങ്ക ഉളവാക്കുന്ന കവർച്ചയാണ്. കാരണം ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വലിയ സിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇത്തരത്തിലുള്ളൊരു കവർച്ച നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണ്. തൊണ്ടി മുതൽ ലഭ്യമാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപ്പിലാക്കേണ്ടതാണെന്നും MLA പറഞ്ഞു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവണം. ഇന്നലെ പോലീസിൻ്റെ അന്വേഷണത്തിലൊക്കെ തൃപ്തികരമാണ്. കാരണം ഞങ്ങൾക്കൊക്കെ വലിയ ആശ്വാസം ഉണ്ടാകുന്ന തരത്തിലാണ് പോലീസ് ഇന്നലെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് നമ്മുടെ തൊണ്ടി മുതൽ കൂടി കണ്ടെത്താൻ വേണ്ടിയുള്ള കാര്യത്തിൽ വിജയിക്കണം.
അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. യൂസഫിന്റെയും ഷാനവാസിന്റെയും മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചും ഇരുവരുടെയും മുഖത്ത് ശക്തിയായി ഇടിച്ചുമാണ് പ്രതികൾ കവർച്ച നടത്തിയത്. അപ്പോൾ വെട്ടർക്ക് കട അടച്ചിട്ട് ഈ ടേണിങ്ങിൽ വന്നപ്പോഴേ ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് അവന് സംശയം ഉണ്ടാവും. പക്ഷെ അത്ര കാര്യമാക്കില്ല. പക്ഷേ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ അവർ ക്രോസ് ചെയ്തിട്ടപ്പോൾ നമ്മളെ വണ്ടീനോട് ചേർന്ന് നിന്നപ്പോൾ നമ്മളൊന്ന് ചെരിഞ്ഞു. ആ സമയത്ത് അവർ ഇറങ്ങി ഇടിക്കുകയും ചെയ്തു. എൻ്റെ മൂക്കിനടിച്ചു, അവൻ്റെ കണ്ണിലേക്ക് സ്പ്രേ അടിച്ച് കണ്ണിലായില്ല. പക്ഷെ അപ്പോൾ അവർ ആ ഉപകരണം വെച്ച് അവൻ്റെ ചുണ്ടിലടിച്ചു. എന്നിട്ട് അങ്ങനെ വീണെടുക്കുമ്പോൾ ആ ഓർണമെൻറ്റ്സ് മൊത്തം എടുത്ത് അവർ പോയി. സ്വർണത്തിന് 2.5 കോടിയോളം രൂപ വില വരുമെന്നാണ് കണക്ക്. ചാനൽ 10 പെരിന്തൽമണ്ണ.